ആരുമല്ല, മന്തിയെന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു ഭാര്യ പരാതി പറഞ്ഞ് പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമല്ല. സമൂഹത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ടില്ല. ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്. വളരെ ഭംഗിയായി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭരണം നടത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അപവാദങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വകുപ്പിൽ ഒരാൾ പോലും ചൊവ്വേ നേരെ അവസാനം വരെ ഇരുന്നു. ദാർഢ്യവും മാടമ്പിത്തരമാണ് വാക്കിലും പ്രവൃത്തിയിലുള്ളത്. പിന്നെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടു നടന്നുകൊണ്ട് നമ്പർ 1 മന്ത്രി എന്ന് പത്രത്തിലടുപ്പിക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതിൻ്റെ പിന്നിലെ ചരിത്രം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് വളരെ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ പറ്റിയ ഏറ്റവും അപജയമായിപ്പോയി. ഇതിന് ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ന്യായവും നീതിയുമായ ഒരു തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചു എന്ന് തോന്നാവുന്ന ഒരു തീരുമാനം. അത് വാദി പിൻവലിച്ചു എന്നുള്ളത് കൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല. എത്ര പിൻവലിച്ചാലും ചെയ്ത തെറ്റ് അതുപോലെ നിലനിൽക്കുകയാണ്. അതൊരു മന്ത്രിയായിട്ട് നിന്നുകൊണ്ട് ചെയ്തതാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഇതെല്ലാം പോലീസ് എസ്കോർട്ടിലും ഈ ഭരണവും പുള്ളിയുടെ ഈ സംവിധാനങ്ങളെല്ലാം ഇന്ന് പുള്ളിയുടെ സ്വകാര്യമായ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, രാജ്യ നന്മയ്ക്കല്ല. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. രാജ്യം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സജീവമായി ഇദ്ദേഹത്തിൻ്റെ ക്രീഡനം നിങ്ങളൊന്ന് ആലോചിച്ചു. പറയാൻ കൊള്ളാവാ 5000 പ്രകാരം ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് പറയാൻ, പ്രണയിക്കുന്നുണ്ടെന്ന് പറയാൻ ആ തലയിൽ ആൾത്താമസമുള്ളവർ പറയുമോ? അല്ലാത്ത നമ്മളെല്ലാം അങ്ങനെ പ്രണയിക്കാത്ത നമ്മളെല്ലാം പൊട്ടന്മാരും ഷണ്ണന്മാരുമാണെന്നാണ് പറയണത്. ഇവരാൾക്ക് പറയാൻ കൊള്ളല്ല. ഇയാളെയൊക്കെ പിടിച്ച് ഊളം പറഞ്ഞയക്കേണ്ടതല്ലേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം.